ഹലോ മൈ ബ്യൂട്ടിഫുൾ ബ്ലെസ്ഡ് സോൾസ്. എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കട്ടെ എന്ന് യൂണിവേഴ്സിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ഫിയർ. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു പേടി കാണുമല്ലേ? എനിക്കുമുണ്ട് ചില കാര്യങ്ങളിൽ പേടി, അതേപോലെ തന്നെ നിങ്ങൾക്കും ഉണ്ടാവും. നമ്മൾ ചില കാര്യങ്ങൾ നമ്മളത് അറിയാതെ പോകുന്നതാണ്, നമുക്കറിയില്ല നമ്മുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ഫിയർ റൈറ്റ് നൗ എന്നുള്ളതാണ്. അതറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വരുന്നു അപ്പോൾ മുതൽ ഇത് വാലിഡ് ആയിരിക്കുന്നതാണ്. പിന്നെ ഇതിലത്തെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരേപോലെ റെസനേറ്റ് ആവില്ല. പക്ഷേ ഇതിലത്തെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു ഗൈഡൻസ് ആയി മാത്രം എടുക്കാൻ ശ്രമിക്കുക. മനഃപൂർവ്വം ഫോഴ്സ്ഫുള്ളി ഒന്നിനെയും നമ്മളുടെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്യിക്കാതിരിക്കുക. നോക്കാം. ലെറ്റ്സ് സീ വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ഫിയർ. യൂണിവേഴ്സിനോട് ചോദിക്കാം, വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ഫിയർ. എടുത്ത് നോക്കാം. Universe, please guide us, universe, please guide us. Let us know what is the biggest fear right now. What is the biggest fear right now? Please guide us. What is the biggest fear right now? Please guide us with what is the biggest fear right now. Please guide us with the biggest fear right now. ഓക്കെ, ഇതൊന്ന് സെറ്റാക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫൈൻ. എനിക്കിവിടെ മനസ്സിലാവുന്നത് നിങ്ങളുടെ ഉള്ളിൽ, അതായത് നിങ്ങൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. നിങ്ങൾ ചിന്തിക്കുന്നു, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും ആരും എന്നെ കൺസിഡർ ചെയ്യുന്നില്ലല്ലോ എന്നുള്ളത്. നിങ്ങൾ ഭയങ്കര ഹാർഡ് വർക്ക്, അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ലോകത്തേക്ക് ഇറങ്ങാൻ പേടിക്കുന്നു. നിങ്ങൾ പുറം ലോകം, അതായത് അവർ സെൽഫായിട്ട് കമ്പോസ് ചെയ്ത എന്തൊക്കെയോ ചിന്തകളിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്കൊരു പേടിയാണ്. പുറം ലോകത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാനുള്ളൊരു പേടി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഞാൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടു, ഇങ്ങനെയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തു, പക്ഷേ എനിക്കതിൻ്റെ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നില്ല, ആരും എന്നെ കൺസിഡർ ചെയ്യുന്നില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ഒറ്റപ്പെടൽ ഫീലിംഗ് ആണ് നിങ്ങൾക്കുള്ളത്. പക്ഷെ ആക്ച്വലി ഇവിടെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ലോകത്തേക്ക് ഇറങ്ങണം എന്നാണ് ഇവിടെ കിട്ടുന്ന ഒരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് എനിക്ക് കാണുന്നത്. കാരണം നിങ്ങൾക്ക് യൂണിവേഴ്സിന് സപ്പോർട്ട് ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പോൾ നിങ്ങളത് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു മേ ബി ഇതൊക്കെ നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ആ ഒരു പുറം ലോകത്തോടെ ഇറങ്ങാനുള്ളൊരു പേടി വന്നത്. ചിലപ്പോൾ ആരും നിങ്ങൾക്ക് വേണ്ട പോലെ നിങ്ങളെ കൺസിഡർ ചെയ്യുന്നുണ്ടാവില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ നിങ്ങളൊരു ഉൾവലിഞ്ഞ പോലെയാണ്. അതായത് സെൽഫായിട്ട് ഞാൻ ഹാപ്പിയാണ്, ഇങ്ങനെയുണ്ട്, ഞാൻ ഹാപ്പിയാണ്, ആ ഒരു രീതിയിൽ നിങ്ങളായിട്ട് സെൽഫായിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബേസിക്കലി നിങ്ങളുള്ള ഫുൾ എല്ലാ കഴിവുകളും നിങ്ങൾക്കുണ്ട്, എല്ലാ ഇമോഷൻസും നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഫുൾ അബൻഡൻ്റ് ആണ്. വേൾഡാണ് നിങ്ങളുടെ ഉള്ളിൽ എല്ലാ കഴിവുകളും ഉണ്ട്. ഞാൻ എന്താ പറയേണ്ടത്, അതിന് നിങ്ങൾ കറക്റ്റ് യോഗ്യതയുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള പ്രാപ്തിയുണ്ട്. ബട്ട് നിങ്ങൾക്ക് പേടിയാണ്. നിങ്ങൾ ലോകത്തേക്ക് ഇറങ്ങാൻ നിങ്ങൾ പേടിക്കുന്നു. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, അതായത് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്നെ ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്ന്. അങ്ങനെയാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. എന്നെ ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ഞാനിത് ഇത്രയും ചെയ്യുന്നുണ്ടല്ലോ, ഒരാൾ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിൽ എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിലുള്ള പേടിയായിട്ട് എനിക്കിവിടെ മനസ്സിലാവുന്നത്.
സോ ഗൈസ്, ഇത് ആർക്കെങ്കിലും ഇതിപ്പോൾ എത്ര പേർക്ക് റെസനേറ്റ് ആകുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ എം ഷുവർ മോർ ദാൻ 80% ഓഫ് ആളുകൾക്ക് ഇത് റെസനേറ്റ് ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ക്ലെയിം ചെയ്യുക. യൂണിവേഴ്സിനോട് നിങ്ങളുടെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക, കമൻറ്റ് ചെയ്യുക.